ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായോ? എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. ഇന്നത്തെ കഥയുടെ പേരാണ് അപരിചിതനായ അതിഥി. ആ ഗ്രാമത്തിലെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയ ഒരു രാത്രിയായിരുന്നു അത്. തോരാതെ പെയ്യുന്ന മഴയത്ത് ഒരു പഴയ വീടിന്റെ ഉമ്മറത്ത് വറീദച്ചൻ ഇരിക്കുകയായിരുന്നു. ഒറ്റയ്ക്കാണ് താമസം. മക്കളൊക്കെ ദൂരദേശത്താണ്. പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും തന്റെ കൂട്ടിന് ഈശോയുണ്ടെന്ന ഉറച്ച വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് മുറ്റത്ത് ഒരു നിഴൽ കണ്ടത്. മഴ നനഞ്ഞു വിറയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, തളർന്ന മുഖം അവനെ കണ്ടാൽ ആരും ഒന്ന് ഭയന്നുപോകും. പക്ഷേ വറീദച്ചൻ അവനെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഭയന്നില്ല. ഉണങ്ങിയ വസ്ത്രവും ഒരു കപ്പ് ചൂടുകഞ്ഞിയും നൽകി. ആ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ വലിയൊരു ഭാരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ പതുക്കെ പറഞ്ഞു, അപ്പച്ചാ, ഞാനൊരു തെറ്റു ചെയ്തവനാണ്. നാട്ടുകാർ എന്നെ വെറുക്കുന്നു, വീട്ടുകാരെന്നെ പുറത്താക്കി. എനിക്ക് ജീവിക്കാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവുമില്ല. ഈ രാത്രി ഞാൻ ഇല്ലാതാകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഈ മഴ എന്നെ ഇവിടെ എത്തിച്ചു. വറീദച്ചൻ ശാന്തനായി അവൻ്റെ അരികിലോട്ട് വന്ന് ചേർന്നിരുന്നു. എന്നിട്ട് ചുമരിലെ ഈശോയുടെ രൂപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഈ ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ സ്വീകരിക്കുവാൻ ഒരാളുണ്ട്. അവിടുന്ന് നിന്നെ ഇവിടെ എത്തിച്ചത് നിന്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല, മറിച്ച് പുതിയതും തുടങ്ങാനാണ്. തെറ്റുകൾ തിരുത്താനാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ ഓടി ഒളിക്കാനല്ല. ആ രാത്രി അവർ ഒരുപാട് സംസാരിച്ചിരുന്നു. വറീദച്ചൻ തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അതിലൂടെ ഈശോ തന്നെ കൈപിടിച്ചു നടത്തിയ കഥകളും അവന് പറഞ്ഞുകൊടുത്തു. പിറ്റേന്ന് രാവിലെ മഴ തോർന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പുതിയൊരു വെളിച്ചമുണ്ടായിരുന്നു. അവൻ വറീദച്ചൻ്റെ കൈകൾ മുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പോകുന്നു അപ്പച്ച, പക്ഷേ മരിക്കാനല്ല, ജീവിക്കാൻ. ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ വീടിന്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് നല്ല നിലയിലുള്ള ഒരു യുവാവായിരുന്നു. കൂടെ അവന്റെ കുടുംബവുമുണ്ട്. വറീദച്ചൻ തിരിച്ചറിഞ്ഞു അത് ആ പഴയ അപരിചിതനായ അതിഥിയായിരുന്നുവെന്ന്. അവൻ തന്റെ മകനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവന് ഞാനിട്ട പേര് ഇമ്മാനുവൽ എന്നാണ്. കാരണം അന്ന് ആ മഴയത്ത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ ശക്തിയും സ്നേഹത്തിന്റെ തണലും എങ്ങനെയൊക്കെ മനുഷ്യരെ മാറ്റുമെന്ന് അന്ന് ആ ഗ്രാമം അത്ഭുതത്തോടെ നോക്കി നിന്നു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. കപ്പൽ തകരുമെന്ന് തോന്നുമ്പോൾ അമരത്ത് ഈശോയുണ്ടെന്ന വിശ്വാസം കൈവിടാതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടി ലഭിച്ചില്ലെങ്കിലും ഏറ്റവും ശരിയായ സമയത്ത് ദൈവം അതിലിടപെടും. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.